ചെലപ്പം മഴ ചെലപ്പം വെയില്, വല്ലാത്തൊരു കാലാവസ്ഥ അല്ലേ. മതി എന്റെ കുഞ്ഞോളെ, ഇജ്ജ് പോണുണ്ടെന്നുണ്ടെങ്കിൽ വെയിലാവണേന്റെ മുന്നോട്ട് കേറാൻ നോക്ക്. ഉച്ച വരുമ്പോത്തിനെങ്കിലും അവിടെ എത്തണ്ടേ? ആ കഴിയാറായിക്കണമ്മ. നീ ബാക്കും കൂടി അടുപ്പരി തീർത്താലേ ഞാൻ വരണ വരെ പിന്നെ നിങ്ങൾക്ക് കളിക്കാൻ നിക്കണ്ടല്ലോ. അന്റെ പറച്ചില് കേട്ടാ തോന്നുവേ ഇജ്ജ് പോണത് 3-4 മാസത്തിനാണ് എന്നുള്ളത്. നാളെ റിയമോളെ പോക്കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റന്നാ രാവിലെ ഇജ്ജിങ്ങോട്ട് വരൂലേ? മറ്റന്നാ രാവിലെ വരികയൊക്കെ ചെയ്യും. പക്ഷെ എന്നും നാളെയും തന്നെ ഉമ്മയുടെ പേരക്കുട്ടി അവിടെ സമാധാനത്തിൽ നിൽക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. ഇന്നാ പിന്നെ ഇജ്ജ് പോകുമ്പോൾ കൊണ്ടോവട്ട. ഇന്നത്തെയും നാളത്തെയും കാര്യല്ലേ. ഓള് ഇവിടെ നിന്നോട്ടെ. ഇജ്ജ് ഇല്ലാണ്ട് നിക്കണുണ്ടോന്നും കൂടി അറിയാല. അതറിയാനൊന്നുമില്ല എന്റെ അമ്മ. ഓളിപ്പോ 2 ദിവസം എന്നല്ല, വാണ്ടി വന്ന 2 വർഷം തന്നെ ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിന്നോളൂ. പറയാ ഇക്ക 3-4 പേരക്കുട്ടികൾ ഉണ്ടെങ്കിലേ ഇക്കിപ്പൊ നാട്ടില് കിട്ടുന്നത് ഓള് മാത്രല്ലേ ഉള്ളൂ കുഞ്ഞോളെ. അതിന്റെ ഒരു സ്നേഹാണ് ഓൾക്കിന്നോടും ഇക്ക ഓളോടും. നിങ്ങളെ രണ്ടാളും സ്നേഹം കാണിക്കല് കാരണം കൊണ്ടേ ഇപ്പൊ പെട്ടുപോയത് ഞാനാണ്. ഇക്കിപ്പോ ഇമ്മാക്ക് അത്രയും വയ്യാതായിട്ട് പോലും പെണ്ണുനാള് പോയിട്ട് 2-3 ദിവസം പോലും എന്നോട് നിൽക്കാൻ സമ്മതിച്ച വല്യമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നില്ലേ. റിയതീക്ക് ദുബായിക്ക് പോണത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാ ഇന്ന് പിന്നെ കൂടെ പോരുന്നത് തന്നെ. ഇന്നാ പിന്നെ എമ്മയും മകളും കൂടി അധിക സമയം കളയാണ്ട് പോവാൻ നോക്കി. അല്ല റിയ എപ്പഴാ ഇറങ്ങണത്? നാളെ രാവിലെ 7 മണിക്കാണ് ഫ്ലൈറ്റ്. ഒന്നുറങ്ങി നീക്കുമ്പോ പോണ്ടി വരും വരെയെന്ന്. 3-4 വർഷം എത്ര പെട്ടെന്നാണില്ലാണ്ട് കഴിഞ്ഞത്. എന്തായാലും ഓള് ഉദ്ദേശിച്ച പോലെ ഓളെ പഠിപ്പും കഴിച്ച് ഇപ്പൊ ഒരു ജോലിക്കാരിയായി. അങ്ങനെ വേണം പെൺകുട്ടിയോള്. ഇമ്മ പറഞ്ഞത് നേരാ. ഓളെ കാര്യം ആലോചിക്കുമ്പോഴേ എല്ലാവർക്കും വലിയൊരു അഭിമാനം തന്നെയാണ്. അല്ലടി, റിയമോള് പോണ കാര്യം ഇമ്മാക്ക് മനസ്സിലാക്കണ? അറിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പൊ ഓർമ്മ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ലല്ലോ. ചില കാര്യങ്ങള് നല്ല ഓർമ്മയാണ്, ചില കാര്യങ്ങള് തീരെ ഓർമ്മയില്ല. അന്ന് പ്രഷർ കൂടി തലചുറ്റി വീഴും വരെ ഇങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കാര്യം എന്തായാലും ഇമ്മാന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോയിരുന്നു. അന്നത്തെ വീഴ്ചയ്ക്ക് ശേഷല്ലേ ഓരോരോ കാര്യങ്ങളായിട്ട് വയ്യായും മറവിയും ഒക്കെ പാടിയായിട്ട് തുടങ്ങിയത്. കാക്കാക്കും തന്നെ ഓപ്പറേഷത്തിന് ശേഷം ഭാരമുള്ള പണികൾക്കും കാര്യങ്ങൾക്കും ഒന്നും ഇപ്പൊ പോക്കും വരവൊന്നും ഇല്ലല്ലോ. ഇപ്പൊ മുന്നിലും പിന്നിലും ആയിട്ട് സൽമാത്തി കാക്കി എപ്പോഴും കാണും ഉമ്മാക്ക്. പ്രായാവുമ്പോ എല്ലാരും കുട്ടികളെ പോലെ ആകുന്നു പറഞ്ഞത് ഇതിനൊക്കെ തന്നെയാണ്. എന്താ പറ്റണ്ടതാ, എങ്ങനെ ഓടിച്ചാടി നടക്കുന്ന മനുഷ്യത്തിയാ. ഇനിയിപ്പോ കാക്കാനോടും തന്നെ റിയമോള് വിട്ടും പറഞ്ഞിക്കണ്. കടയിൽക്കുള്ള എപ്പോഴും പോക്കും വരവൊന്നും വേണ്ട, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി കടയത്തെ വിവരം എന്താന്ന് അറിഞ്ഞു പോന്നാ മതി. അവിടെ ഇങ്ങനെ പോയിരുന്നിട്ട് പൊടിയും കാര്യങ്ങളൊന്നും കൊള്ളരുത് എന്നൊക്കെ. മോളിപ്പോ ജോലിക്കാരി ആയപ്പോഴേ ഓളിപ്പാനിഞ്ഞ് പണിക്ക് കൂടാതെ പെരയിലിരുത്താനുള്ള പരിപാടിയിലാണ്. നേരം കളഞ്ഞത് ജയ് കുട്ടിനെ കുളിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇജും കുളിച്ച് മാറ്റി ഒരുങ്ങി പോവാൻ നോക്കി. ആ TV കണ്ട് കൊറേ നേരമായിട്ട് ഇരിക്കലെടുത്തിട്ട് ചെല്ല്. ആ TV ആയിട്ട് ഇരിക്കാണ്. ഇന്നാ പിന്നെ കുളിക്കാൻ വെച്ചാലും വരലുണ്ടാവൂല.
ദുആ എന്റെ പൊന്നാരക്ക, ഇങ്ങള് പെണ്ണിന് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ഈ കണ്ട പ്ലേറ്റും കുക്കറും ഈ പുട്ടുംകുട്ടിയൊക്കെ മേടിച്ചാണ്ട് വന്നിക്കണേ. ഇതൊക്കെ താങ്ങി കുടിച്ച് കൊണ്ടുപോയിട്ട് ഓൾക്ക് അവിടെ വെച്ചുണ്ടാക്കാനുള്ള സമയമൊക്കെ കിട്ടുമോ? ഓൾക്കുള്ളേ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഓഫീസിൽ തന്നെ കിട്ടും. ഇടയ്ക്കുള്ള ചായയും കാപ്പിയൊക്കെ അവിടുന്ന് കിട്ടും. പിന്നെ രാവിലത്തെ രാത്രിത്തെ കാര്യമല്ലേ, അവളെന്തേലൊക്കെ വെച്ചുണ്ടായിക്കോളും. ഒരു കണക്കിന് നോക്കാണെച്ചാ അതന്നെ നല്ലത്. ഈ പുറത്തുനിന്ന് എന്നും തിന്നിട്ടേ വയറ് കേടാക്കണേക്കായി നല്ലത് ഏതെങ്കിലും ഒരു നേരം പെരന്റുള്ളിൽ വെച്ച് തിന്നാണെച്ചാ അത് നല്ലത് തന്നെയാണ്. അല്ല സൽമോ, അതിനിപ്പോ പെണ്ണിന് എന്തേ ഉണ്ടാക്കാനൊക്കെ അറിയോ? ഇനിയിപ്പോ എന്നാലേ നമ്മളെ കുട്ടീനെ കാണുക? അത് ശരി, മോള് വലിയ ജോലിക്കാരി അവണേന്റെ പൊലിവ് പറഞ്ഞു നടന്നിരുന്ന ആളെ കണ്ണൊക്കെ ഇപ്പൊ നിറഞ്ഞിക്കണല്ല. ഒക്കെ എത്ര പെട്ടെന്നല്ല സൽമോ. അന്ന് നമ്മളെ കുട്ടീനെ പിടിച്ച് കെട്ടിച്ചതാണെങ്കിൽ നമ്മളെ കുട്ടീൻ്റെ സന്തോഷം നമുക്ക് കാണാൻ പറ്റിയിരുന്നു അല്ല സൽമോ? നിങ്ങൾ കണ്ണ് തുറച്ചാണേ ആദ്യം. നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ ബേജാറും വിഷമം പറഞ്ഞു നടക്കണത് ഓളെങ്ങാനും കേട്ടുങ്ങാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണിനെ അത് കൂടുതൽ സങ്കടാക്കിയുള്ളൂ. ഇന്നലെ തന്നെ ഒന്നും രണ്ടും പറഞ്ഞപ്പോ ഓളും ഒന്ന് കരഞ്ഞിക്കണം. എന്തായാലും നമ്മളെ കുട്ടി 3-4 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചു കിട്ടിയ ജോലിയല്ലേ. ഓള് പോയി വരട്ടെ. ഇത് കാണാൻ തന്നെയല്ലേ നമ്മൾ ഇത്രയും കണ്ട കാലം പ്രാർത്ഥിച്ച് കാത്തിരുന്നത്. എൻ്റെ കുട്ടിൻ്റെ ഉയർച്ച കാണുമ്പോൾ സന്തോഷം തന്നെയാണ് എൻ്റെ സൽമോ. എന്നാലും അവളില്ലാത്ത ഈ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയാ ഒരു എനിക്കറിയില്ല. അത് ശരി, അപ്പൊ ഓള് എന്നും നിങ്ങളെ മുന്നിനും പിന്നിനും ഇങ്ങനെ നടക്കുന്ന നിങ്ങളെ വിചാരം? ഇപ്പോൾ പഠിച്ച് നല്ലൊരു ജോലിയായി. ഇനിയിപ്പോ അജുവിന്റെ അടുത്ത വരവില് നമുക്കോളെ പിടിച്ച് കെട്ടിക്കണ്ടേ? ഇനിയിപ്പോൾ ആ ഒരു പൂതിയും കൂടിയുള്ളൂ. അജുവിൻ്റെ അടുത്ത വരവിന് റിയമോളോടും നാട്ടിൽ വരാൻ പറയണം. ഇൻഷാ അല്ലാഹ് കല്യാണം കഴിഞ്ഞിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ. ഒരു പുന്നാരം പറിച്ചില്. പിന്നെ കിന്നാരം പറഞ്ഞു നിൽക്കണ പ്രായം ഞങ്ങൾക്ക് രണ്ടാക്കും. 2-3 വർഷം മുന്നേ പന്നെ കുടിച്ച് കെട്ടിച്ചിരുന്നെങ്കിലേ ഞങ്ങളിപ്പോ വെല്ലിയമ്മയായിരുന്നു അല്ലേക്കാ? ഓവ് ഇനിയിപ്പോ രണ്ടും കൂടി അങ്ങനെ പറഞ്ഞോളി. ഞാനും ചിലതൊക്കെ കാണണം കേൾക്കണൊക്കെ ഉണ്ട്. ഇനിയിപ്പോ നാളെ തൊട്ട് സുഖമായല്ലോ. ആരും കാണാനില്ല കേൾക്കാനില്ല. പാവിന്റെ വെല്ലിയമ്മ ഇത് വല്ലതൊക്കെ അറിയണുണ്ടാവോ? ഒന്ന് പോടി ചുണ്ടിപ്പാറു. അവിടെ പോയാലും ഇപ്പം എൻ്റെ കുട്ടിയെ ഫുഡും ഉറക്കമൊന്നും ഒഴിവാക്കണ്ട. പിന്നെ അടുത്ത് ആദ്യം ഇതിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സമാധാനമാണ് ഉള്ളത്. ഒന്നും കൂടി സമാധാനമായിരുന്നു അവരൊപ്പം നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലേ? അവിടെ ആകുമ്പോ ഓഫീസിലൊക്കെ പോവാനും വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും ഉപ്പ. പിന്നെ വേണച്ച വീക്കെൻഡിൽ അവിടെ പോയി നിക്കാലോ. അവിടെ എന്താ ഒരു സങ്കടം? രണ്ടാളോടും കൂടി പറയാം. വെറുതെ അതും ഇതും പറഞ്ഞ് സാടാവാൻ നിന്നിട്ടുണ്ടെങ്കിലോ. ആരോ വന്നിക്കണല്ലോ. ഞാൻ നോക്കാം.
അക്ക നിങ്ങൾ 2 ടാപ്പില്ലേ വാങ്ങിച്ചിട്ടുള്ളൂ. വൈകുന്നേരം പുറത്തു കൊണ്ടെങ്കിലേ 2 കൂടി വാങ്ങിച്ചാളി. അജുവിന്റെ കൊടുക്കുന്ന സാധനങ്ങൾ ഒന്നും കൂടി ഒട്ടിക്കണ്ടേ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ വന്നത് ഇജ്ജായിരുന്ന? എവിടെ കുട്ടി? ഓള് വണ്ടിയിൽ കയറിയപ്പോ തന്നെ ഉറങ്ങി. ഇതാ റിയ ഉണർത്താൻ വേണ്ടി നോക്കണുണ്ട്. ആരിസ് വിളിച്ചിരുന്നില്ല കുഞ്ഞോളെ. എന്തായാലും എന്റെ വരവിന്റെ കാര്യോ ശരിയായാ? ഇൻഷാ അല്ലാ അടുത്ത മാസം വരുന്നുണ്ടാവും. ആ പിന്നെ ഋഷുവിന്റെ ജോലിയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇന്നലെ ഇന്റർവ്യൂവിന് പോയിരുന്നില്ലേ, അവിടുന്ന് ഏകദേശം ഓക്കെ ആയി എന്നുള്ള മട്ടില് ആരിസ് കാക്കാന്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞിരുന്നു പറഞ്ഞു. ഇനിയിപ്പോ ഒഫീഷ്യലായിട്ടുള്ള കോൾ ഇന്ന് വരുമായിരിക്കും. അപ്പോ അൽഹംദുലില്ലാ മക്കള് പഠിച്ച് 2 ആൾക്കും ജോലിയായി. ഇനി ഒരാളും കൂടി ഉണ്ട്. ഓന്റെ കാര്യേ ഓവൻക്കും പഠിച്ചവനക്കും അറിയാം. ഡിഗ്രി 2 മുഴുവനാക്കി കിട്ടിയാൽ മതിയായിരുന്നു പറയാൻ. അതൊക്കെ അങ്ങോട്ട് ആയിക്കോളിന്റെ സൽമാത്ത. ഓനും പഠിപ്പില് വലിയ മോശമൊന്നും ഇല്ലല്ലോ. അല്ല എന്തായാലും കൊണ്ടാവാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായാ? ഞാൻ എന്തെങ്കിലും ചെയ്യാണ്ട? ഇനിയിപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലേടി. ഉണ്ടാക്കാനുള്ളതൊക്കെ ഞാനും കാക്കിയും കൂടി രാവിലെ നീട്ടിട്ട് ഉണ്ടാക്കിക്കണം. പിന്നെ അച്ചാറും ബീഫും അങ്ങനത്തതൊക്കെ ഒന്ന് പാത്രത്തിലാക്കാനും ഒട്ടിക്കാനും കൂടി ഉണ്ട്. അതൊക്കെ പിന്നെ പെട്ടി കെട്ടാൻ നേരത്ത് ആണ് ചെയ്താൽ മതിയല്ലോ. ഓൾക്ക് ചായ കൊടുക്ക്. ഞാനേ കുട്ടീനെ ഒന്ന് കണ്ടിട്ട് വരാം. കാക്കാക്ക് റിയമോള് പോണതിന്റെ നല്ല ടെൻഷൻ ഉണ്ടല്ലോ സൽമാത്ത. മുഖത്ത് കാണാണ്ടത്. ഓള് ഋഷുവിന്റെ പോലെ ഇതുവരെ പെര മാറി നിന്നിട്ടില്ലല്ലോ. എപ്പോഴും ഇന്ത്യൻ കാക്കാന്റെ ചുറ്റുഭാഗത്തായിട്ട് ഉണ്ടായിട്ടേ പെണ്ണ് പോവാന്നോട് പറയുമ്പോ എന്തോ ഒരുമാതിരി ആദ്യം മനസ്സിൽ. അത് ഞങ്ങൾക്കും ഓൾക്കൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒതുക്കി പിടിച്ച് നടക്കുകയാണ്. ഇത് നല്ല കഥ. ഓള് വേറെ ഒന്നിനുമില്ലല്ലോ, പഠിച്ച് നല്ലൊരു ജോലിക്ക് പോവല്ലേ. ഓൾ എത്ര കഷ്ടപ്പെട്ട് കാത്തിരുന്ന് കിട്ടിയ ജോലിയാണ്. എന്തായാലും അത് നല്ല കാര്യല്ലേ. ഇങ്ങനെ 2 ആളും ഇങ്ങനെ സങ്കടം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ പെണ്ണിനും കൂടി സങ്കടം ഔട്ടാ. ആടി പെണ്ണൻ, ഞാൻ അന്നോട് പറഞ്ഞപ്പോ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. ഋഷിമോന് പിന്നെ +2 കഴിഞ്ഞ പാടന്നെ ഹോസ്റ്റലിലും മറ്റോടത്തൊക്കെ ആയതുകൊണ്ട് ഓൻ പോയപ്പോ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആർട്സിന്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇതിപ്പോ ദിലു ആദ്യം കുറച്ച് അപ്പുറം ഉണ്ടെന്നുണ്ടെങ്കിലും ഓള് നിൽക്കുന്നതൊക്കെ വേറെ സ്ഥലത്തല്ലേ. അപ്പോ എന്തായാലും അവിടെ പോയി കഴിഞ്ഞിട്ട് വിളിയും കാര്യങ്ങളൊക്കെ ആവുമ്പോ ഒരു സമാധാനം ആഗ്രഹിക്കാറും. എന്തായാലും എന്റെ കുട്ടി പോയി നന്നായി വരട്ടെ ഇൻഷാ അല്ലാ. അല്ല ഇജ് ഉമ്മാനെ കണ്ടിരുന്നില്ലേ? ഇജ് വന്നത് അറിഞ്ഞിക്കണാ? ഇമ്മ നല്ല ഉറക്കാണല്ലോ. ഞാൻ ഒന്ന് വിളിച്ചോക്കി, പക്ഷെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാന് ഉറങ്ങാണെങ്കിൽ ശല്യപ്പെടുത്തണ്ടല്ലോ വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് പോന്ന്. കൊറേ നേരം കിടന്നിട്ട് എന്നാ കുറച്ചു നേരം ആയിട്ടുണ്ടാവും. മറ്റേതേ എന്റെ അടുക്കളയത്തെ പണിയിട്ട് കഴിഞ്ഞാല് ഞാൻ ഉമ്മയുടെ അടുത്ത് പോയിരുന്നാണ്ട് എന്തെങ്കിലുമൊക്കെ മുണ്ടി പറിച്ചിലാണ്. അപ്പൊ പിന്നെ പകല് വല്ലാണ്ട് ഉറങ്ങൂല. പറഞ്ഞത് തന്നെ ആയിരിക്കും ഇങ്ങനെ പറഞ്ഞാണ്ടിരിക്കുക. എന്നാലും പകൽ ഉറങ്ങിക്കഴിഞ്ഞാലേ രാത്രി ഉറക്കം കിട്ടൂല. അതിനെ അപ്പൊ അധികം പകൽ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇജ് പറ്റുവെച്ചൊന്ന് വിളിച്ചു നോക്കി. എന്നാ പിന്നെ ഞാൻ വിളിച്ചോണ്ടാ. ഇമ്മ ഇമ്മ ആരാ? ഞാനമ്മ കുഞ്ഞോള്. നിങ്ങളെന്തെങ്കിലും പകല് കിടന്ന് ഉറങ്ങണത്? നീറ്റാണി മോളോ? ആര് മോളാജി? എവിടത്തേണ്? അത് ശരി. അപ്പൊ എന്നെ മനസ്സിലായിട്ടില്ലേ? ഞാൻ കുഞ്ഞോളാണേന്നമ്മ. ഇമ്മാന്റെ മോള് കുഞ്ഞോള്. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഓർമ്മ കിട്ടണില്ലേ കുട്ടിയെ? അല്ല ഇജിപ്പോ എവിടുന്നാ വരണേ? ഞാനിപ്പത് ആരോടെ? അത് ശരി.
അപ്പൊ നിങ്ങൾ എവിടെയൊന്നും ഓർമ്മയില്ല നിങ്ങൾക്ക് ഇപ്പോ? ഇതിപ്പോ തേന്മായും കൊമ്പത്തെ പപ്പു പറഞ്ഞ പോലെ ആയിട്ട് ഇറപ്പേ. ആര്? അപ്പുവാ? അതിപ്പ എന്റെ ആരാ? അത് കുഞ്ഞോളു മാമിടെ പഴയ കാമുകനാണ് വല്യമ്മ. വല്യമ്മക്ക് കിട്ടാതെ പോയ മരുമോനെ. ഒന്ന് കൂടിയോളൂ. ഇപ്പൊ തീരെ ഓർമ്മയില്ലല്ലേ? വല്ലാത്തൊരു കഷ്ടം. അതൊക്കെ നിങ്ങളൊക്കെ മാമി ഇന്നെ മനസ്സിലായോന്നൊന്ന് ചോദിച്ചോക്ക്. ഇമ്മാക്ക് ഈ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? നോക്കി. ഏത്? ഇതോ? ഇതിപ്പോ ആരാ? വെള്ളിമാക്ക് ഇന്നെ മനസ്സിലായില്ലേ? റിയ. ആ, ഏജിന്റെ പേരക്കുട്ടി റിയ മോള്. ആ, അതന്നെ. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് ശരി. ഇത് കൊള്ളാലമ്മ കളി. സ്വന്തം മകളായ ഇന്നും ഓർമ്മയില്ല, പേരക്കുട്ടി ഞങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടല്ലേ? ചെലപ്പോ ഇനിയും മറക്കും. ഇജ് ആരോടത്തെ കുട്ടിയെന്നൊക്കെ ചോദിക്കും ചെലപ്പോ എന്നോട്. എന്നാലും ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പാനും ഇമ്മാനൊന്നും ചെലപ്പം തീരെ മനസ്സിലാവൂല. ഓല് കണ്ടാലും പറയും ഇന്ന കുറച്ചെങ്കിലും മനസ്സിലാവുക ഇന്നയാണെന്ന്. അല്ലേ എളിമ? അല്ലടി, ഇജ് പോണ കാര്യം ഇമ്മാക്ക് ഓർമ്മ ഉണ്ടാ? ഞാൻ പറയൊക്കെ ചെയ്യലുണ്ട്. പോക്ക് റെഡിയായ മുതല് ഞാൻ അടുത്ത് ഇങ്ങനെ വല്യമാന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയാണ്, ചിലപ്പോ ഒന്നും ഓർമ്മയില്ലേന്ന്. വല്യമാനെ ഈ അവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോ വല്ലാത്തൊരു ഇടങ്ങളൊക്കെ ഉണ്ട് ഉള്ളില്. ഇജ് ഉമ്മാന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആകുമൊന്നും വേണ്ട. ഇപ്പൊ നല്ലൊരു ജോലി കിട്ടി പോവുമല്ലേ, ഇജ് അതാലോചിച്ച് സമാധാനിക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇല്ലേ നോക്കാനായിട്ട്. ഇനിയിപ്പോ ഇജ് പോയി കഴിഞ്ഞിട്ടേ ഞാൻ പെണ്ണിനെ അവിടെ ഉമ്മാന്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തിട്ട് ചിലപ്പോ ഒരാഴ്ച ഇവിടെ വന്ന് നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പെണ്ണ് ഇവിടെ നിൽക്കാൻ സമ്മതിക്കണില്ല, ഓൾ ഉമ്മ ഇല്ലാണ്ട് നിൽക്കൂല. അപ്പൊ ഉമ്മ പറഞ്ഞ് ഇജ് 2 ദിവസം ഇവിടെ നിന്നങ്ങാണ്ട് ഓളാണ്ട് കൊണ്ടാക്കി തന്നിട്ട് ഇജ് ഒരാഴ്ച ഇവിടെ വന്ന് നിന്നോന്ന്. ഇൻഷാ അല്ലാ. പിന്നെ വേറെന്തൊക്കെ എന്റെ പാട്? എന്റെ ചെക്കൻ വിളിച്ചിരുന്നില്ലേ? അമ്മയും വന്നിരുന്ന? ആ, ഇമ്മയും അമ്മയും കൂടി ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നേ. നിക്ക് കൊണ്ടുപോവാനാന്നും പറഞ്ഞിട്ടേ കൊറേ ചിപ്സും ചക്ക വറുത്തതും അങ്ങനെ എന്തൊക്കെ സാധനം കൊണ്ടാ പാവം വന്നിക്കണത്. മാമിക്ക് കുറച്ച് നേരത്തെ വരായിരുന്നില്ലേ, എന്നാ ഓലും കാണായിരുന്നു. ഞാൻ നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു തന്നെയടി, പിന്നെ ഓരോന്ന് തട്ടിമുട്ടി നിന്നിട്ട് നേരം വഴുകി. അല്ല, എന്തായി പരപ്പണി? തീരാറായില്ലേ? ഇപ്പൊ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അജുക്കാന്റെ അടുത്ത വരവാകുമ്പോത്തിന് ഫുള്ള് പണിയും കഴിച്ച് കീ കൊടുക്കണം എന്നാ കരാറ്. ഇൻഷാ അല്ലാ, ഒക്കെ നിങ്ങൾ ആഗ്രഹം പോലെ ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാനിപ്പിമ്മയും കൂടി കഴിഞ്ഞ ആഴ്ച അവിടെ പോയിണ്ടായിരുന്നു, വീടിന്റെ പണി നടക്കണോടത്ത്. അമ്മ ഫോട്ടോ വിട്ടുണ്ടായിരുന്നാ? ആടി, വീടിന്റെ ഫോട്ടോ ഞാൻ കണ്ട്. വലിയ വീടാണില്ലേ, മാഷാ അല്ലാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എന്തായാലും അജുവിന്റെ ഉമ്മാക്ക് ഇപ്പോ നല്ല സമാധാനമായിട്ടുണ്ടാവും. ഇമ്മാടെ ആഗ്രഹം പോലെ തന്നെ മക സ്വന്തമായിട്ടൊരു വീടും വെച്ച് ഇമ്മാൻ അതിൽ കയറ്റാൻ വേണ്ടി പോവല്ലേ. അതെ മാമേ, അജുക്കാന്റെ ഓരോ വളർച്ച കാണുമ്പോഴേ ഇമ്മാക്കും അമ്മക്കൊക്കെ എന്ത് സന്തോഷാണെന്നറിയോ. പാവങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. ഇനി അടുത്തത് ഇമ്മാക്ക് അമ്മാന്റെ കല്യാണം നടന്നു കാണുന്ന ആഗ്രഹം. നിക്കാഹ് കഴിഞ്ഞിട്ടിപ്പോ 6 മാസമായില്ലേ. അജുക്കാന്റെ അടുത്ത വരവില് ഔസോമ്യം കഴിഞ്ഞാൽ ഉടനെ കല്യാണം ഉണ്ടാവും. ആ കല്യാണത്തിന്റെ കൂടെ വേറൊരു കല്യാണം കൂടി ഉണ്ടാവും എന്നാണല്ലോ ഞാൻ കേട്ടത്. ഒന്ന് പോ മാമി. അയ്യടാ, കല്യാണക്കാരൻ പറഞ്ഞപ്പോ പെണ്ണിന് നാണം കണ്ട. ആരാ? അജുവാ? ആ, ഞാനിപ്പോ വരട്ടാ. ഹലോ. ചെല്ലി പാവം ഇമ്മ, ഞാനേ പൊടിക്ക് ഞങ്ങൾ ചാരി ഇരുന്നാണേ. അങ്ങനെയൊന്നുമില്ല, കുഞ്ഞോൾ മാമി വന്നിട്ടുണ്ട്. ഞാൻ മാമിനോട് ഇപ്പൊ അജുക്കാന്റെ കാര്യം പറഞ്ഞിട്ട് നിന്നേ ഉള്ളൂ. അപ്പോഴാ അജുക്കാന്റെ കോള് വന്നത്. ആഹാ, അത് ശരി. എന്തായിരുന്നു എന്നെ പറ്റിയുള്ള ചർച്ച? അതോ, ഇവിടെ ഉള്ളോട്ടൊക്കെ ചെറിയൊരു പൂതി. അജുക്കാന്റെ അടുത്ത ലീവിന്
എന്നോട് നാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടേ നമ്മുടെ കല്യാണം നടത്തി കാണണമെന്ന്. ആഹാ, നല്ല പൂതിയാണല്ലോ. അവിടെ ഉള്ളവർക്ക് മാത്രമാണോ പൂതിയുള്ളൂ, അതോ ഇത് ചെക്ക കൊഞ്ചല്ലേ? നമ്മളിത്രയും കാത്തിരുന്നില്ലടോ. ഇനി ഒരു 5-6 മാസം കൂടി, അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയ ആഷിക്കുന്ന സുന്ദരിക്കുട്ടി ഈ അച്ചുവിൻ്റെ സ്വന്തം. എന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാൻ ഓഫീസിലാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് മെസ്സേജ് അയക്കാം. ശരി. സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ആ സ്വപ്നം സത്യമാവും വരെ പ്രയത്നിക്കുന്നവരിലാണ് വിജയം. ഇത് റിയ എന്ന ഈ പെൺകുട്ടിയുടെ വിജയത്തിന്റെ മാത്രം കഥയല്ല, അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ഒരു കുടുംബത്തിന്റെ കൂടി വിജയമാണ്. കല്യാണം എന്നത് ഒരു പെൺകുട്ടിയുടെ തുടക്കമോ അവസാനമോ അല്ല, സ്വന്തം കാലിൽ അവളെ നിൽക്കാൻ പ്രാപ്തിയാക്കുക എന്നതാണ് ഓരോ രക്ഷിതാക്കളും ആദ്യം ചെയ്യേണ്ട കടമ. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ. മസ്സലാമ.